വാർഡിലെ തറോൾ ഷാജീവൻ സുനിത ദമ്പതിമാരുടെ മകളും തിരുത്തി AUP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അമ്മയെ 8 വയസ്സായ കുട്ടി ഗുരുതരമായ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 1 മാസം മുമ്പ് അനുഭവപ്പെട്ട പനി മൂലം ആണ് ആ കുട്ടിയുടെ അസുഖം മജ്ജ മാറ്റിവിട്ട ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ആ കുട്ടിയുടെ രോഗം ഭേദപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. അപ്പോൾ ഏകദേശം 50 ലക്ഷത്തോളധികം രൂപ ചിലവ് വരുന്ന ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ നാടും വീടും പരിസരത്തുള്ള എല്ലാ ആളുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരേ മനസ്സോട് കൂടി ധനസമാഹരണത്തിൽ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം സഹായകരമായ രീതിയിൽ വളരെയധികം പോസിറ്റീവായ രീതിയിലുള്ള സഹകരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം പോരാ, ഇനിയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇനിയും വലിയൊരു തുക സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സുമനസ്സുകളായ എല്ലാവരുടെയും എത്ര ചെറിയ സഹായമായാലും അത് ആ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചുകൊണ്ട് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് എല്ലാവരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആ കുട്ടി നമ്മളോടൊപ്പം തുള്ളിച്ചാടി നടക്കുന്നത് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം എന്ന് പറയുന്നു. അമ്മയെ മോൾക്ക് വേണ്ടി എല്ലാവരും അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ കാണുന്ന ലോകം കാണുന്ന പ്രവാസിയെ എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എത്ര പൈസയാണെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് വിനീതമായ അഭ്യർത്ഥന. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകും. Never really know what's going on. Look at me sometimes like all you want to do is run. Hear me out, hear me out. It's all the things
അതിനോട് ഉപരി കുറച്ച് ഞങ്ങളും അത് 5-6 തൊഴിലാളികൾ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടി ഒരു ദിവസം രാപ്പാല് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളെടുക്കുന്ന കൊടുത്തിട്ട് ഞങ്ങളൊരു സംഖ്യ ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി എല്ലാവരും ചെയ്ത ആ കുട്ടി എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ചെയ്യാനുള്ള പൈസ സ്വരൂപിച്ചുണ്ടാക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊരു മാതൃകയായിട്ട് എല്ലാവരും തുടർന്ന് ഇത് പെട്ടെന്ന് ചെയ്തുകൊണ്ട് പ്രവാസികൾ പ്രത്യേകിച്ച് പ്രവാസികൾ ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങാണ്ട് എന്തെങ്കിലും ചെയ്യാണ്ട് ചെയ്യുക. ആകെ 2-3 ദിവസമുള്ളൂ ഈ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ 3 ദിവസത്തിനുള്ളിൽ 10-50 ലക്ഷം റുപ്യ ഞാൻ ഉണ്ടാക്കണം. അത് എത്രയും പെട്ടെന്ന് ഞങ്ങളെ കഴിയണം ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾക്കൊരു പരിധിയില്ല, ആ പരിധിൻ്റെ അങ്ങപ്പുറം നിന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയണമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മളെ സെക്രട്ടറി ആയ പ്രവാസികൾ ഇത് ഏറ്റെടുത്തിട്ട് അത് ആ ചികിത്സയ്ക്കുള്ള പദ്ധതികൾക്കുള്ള പൈസ നിരോധിച്ചിട്ട് അവരാണ് കഴിവിൻ്റെ പരമാവധി അയച്ചു കൊടുക്കുക. ആ കുട്ടിയുടെ നമ്മളൊരു മോളെ ജീവനല്ലേ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എത്രയും വേണ്ടതായിട്ടില്ല. അമ്മയ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് ഇവരെ മണ്ണൂർ വളവിലെ ഗൂഡ്സ് തൊഴിലാളികളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ എൻ്റെ ചാനൽ കാണുന്ന പ്രവാസി ലോകത്തിലുള്ള എല്ലാവരും ഇതുപോലെ ഇപ്പോൾ പറഞ്ഞില്ല 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന തുക ഈ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനും ഇതിൽ എൻ്റെ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പൈസ ഇപ്പോൾ നിങ്ങളെ തുക ഇപ്പോൾ എത്ര ഉണ്ടെന്നൊന്ന് കേട്ടില്ല. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നിന്ന് മാത്രം ഈ ഗുഡ്സ് തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ 26,000 റുപ്യ ഇപ്പോൾ ഇതിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. 26,500. അപ്പോൾ എല്ലാവരോടൊന്ന് പറഞ്ഞോളൂ. എല്ലാവരും ഇതുപോലെ സഹായിക്കണമെന്നും പറഞ്ഞു. ആ കുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. Even when you're next to me, I feel like you were gone. It's all the things. നമ്മുടെ അഭയ ചികിത്സാ സഹായ നിധി നമ്മുടെ മണ്ണൂർ വളവ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ തൊഴിലാളികൾ കുറച്ച് ആൾക്കാർ കളക്ഷൻ എടുത്തു. അതൊരു 51,200 രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പൊതുജനങ്ങളെല്ലാവരും കൂട്ടായി ഇറങ്ങി 50 ലക്ഷം എന്ന ടാർഗറ്റിലേക്ക് ആ കുട്ടിയുടെ പുതുജീവന് വേണ്ടിയിട്ട് നമ്മൾക്ക് പുതുജീവൻ തിരിച്ചു നൽകാനുള്ള ഒരു സഹായനിധിയായി മാറണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് നമുക്ക് വേണ്ട ആ കുട്ടിക്ക് വേണ്ട ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക നമ്മൾ സമാഹരിച്ച് കൊടുക്കണം. മണ്ണൂർ വളവ് ഓട്ടോ സെക്ഷന് വേണ്ടി 51,200 രൂപ നമ്മൾ സമാഹരിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ പല രീതിയിലും പല സ്ഥലങ്ങളിലും പലരും ഇതുപോലെ തന്നെ കുറഞ്ഞ രീതിയിലും നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് തുകകൾ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ പ്രവാസികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേർന്ന് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേരണമെന്ന് അറിയിക്കുകയാണ്. കിഷോർ കുമാറിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സായ എല്ലാവരോടും നമ്മൾ ഒരു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഈ കുട്ടിക്ക് വേണ്ട ഒരു 50 ലക്ഷം എന്നത് വലിയൊരു തുകയാണ്. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമാണ് ഈ കുട്ടി. അച്ഛനും ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കും മറ്റും താങ്ങാൻ കഴിയുന്നതിലപ്പുറത്താണ് ചികിത്സാ ചെലവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഏറ്റെടുത്ത് നമ്മൾ ഈ ഒരു യജ്ഞം വിജയകരമാക്കി പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഒന്നാം പടി എന്നോണം നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കൂടി സാധാരണക്കാരായ എല്ലാവരും കൂടി അകമഴിഞ്ഞ് കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാം ഘട്ടം നിന്ന് ഇത് കളക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഏതാനും മണിക്കൂറുകളാവാം. അതിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ എത്തും. അവർക്ക് നമ്മളിത് കൈമാറുന്നതാണ്. ഇനിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു യജ്ഞത്തിലേക്ക് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ കേട്ടില്ലേ, ഇപ്പോൾ മണ്ണൂരോളം തൊഴിലാളികൾ ഇപ്പോൾ ഇതിൽ ആ കുട്ടിക്ക് വേണ്ടി ഉള്ള ആ മറ്റേ ചികിത്സ മജ്ജശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കഴിയുന്ന എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാ ഗൾഫ് മേഖലയിലുള്ള എല്ലാവരും ഇതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന എത്രയാണ് കഴിയുന്ന ആ തുക ഈ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ സുഹൃത്തുക്കളാണ് ഇവിടുത്തെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ സഹായം അകമഴിഞ്ഞ സഹായം പ്രതീക്ഷയുള്ളതാണ്. അപ്പം ഇതാണ് നമ്മളെ ഇവിടെ മണ്ണൂർ വളവിലുള്ള ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കേട്ടോ. Never really know what's going on. Look at me sometimes like all you want to do is run. Hear me out,
പരിശ്രമിച്ചത് വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ പേരിൽ വളരെയധികം നന്ദി പറയാൻ പോകുന്നുണ്ട്. കാരണം നമുക്ക് ആ കുട്ടിയെ നമ്മുടെ കുട്ടിയെ മുന്നോട്ട് നമ്മൾ അതിനുവേണ്ടി എന്താ പറയുക എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ അവളോടൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ്. But if you don't wanna tell me now, I guess I'll never know. Losing almost all my energy. It's getting hard to talk to you, and I'm the only one who speaks. It's all the things you never show. Secrets start in your heart so slow. സമയമോൾക്കുള്ള ആ ഫണ്ടാണ് ഇപ്പോൾ ഇവർ ഓട്ടോ തൊഴിലാളികളൊക്കെ കൂടെ കൊടുത്തത് ക്യാഷ് അവർ കൈമാറുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടത്. സമിതിക്ക് വേണ്ടി എല്ലാവരോടും നന്ദി കേട്ടോ. എല്ലാവരോടും നിങ്ങൾ മുഖം കാണുന്നുണ്ട്. എല്ലാവരും എല്ലാവരും മനസ്സ് നാട്ടിന് നന്ദിക്കാണ് എത്തിക്കാൻ അതാവട്ടെ നമുക്ക് കേട്ടോ. അവര് നമ്പറിലേക്ക് അയക്കും ഫോട്ടോ. ഇതിൻ്റെ നമ്പർ ഈ ഒരു ചികിത്സാ ഫണ്ടിലേക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ഈ മണ്ണൂർ വളവിലെ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ആ കൂട്ടായ്മ നടത്തിയിട്ടുള്ള ആ ഒരു പ്രവർത്തനം വളരെ മഹനീയമാണ്, മാതൃകാപരമാണ്. ഈ ഒരു സംരംഭത്തിന് സഹായിച്ചതിന് ഈ ഒരു ഫണ്ട് ശേഖരണ സഹായ സമിതിയുടെ പേരിലും ഈ ഒരു വള്ളിക്കുന്ന് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്താണ്. നാടിൻ്റെ നന്മയ്ക്കാവട്ടെ ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കെട്ടാനുള്ള ഈ ഒരു എളിയ ശ്രമം. നന്ദി, നമസ്കാരം. അമ്മയമ്മോൾ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ലോകം ആ പരിസര പ്രദേശം മൊത്തം എന്താ പറയുക കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഏകദേശം 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും തുക പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ എല്ലാ സുമനസ്സുകളോടും അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് നമ്മളെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ ഫണ്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കുട്ടിയുടെ ചികിത്സാസഹായത്തിനുള്ള ഓട്ടോ തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. Look at me sometimes like all you want to do is run. Hear me out, hear me out. It's all the things you never show. There are the things I want to know. Secrets start in
തറോൽ ഷാജീവൻ സുനിത ദമ്പതിമാരുടെ മകളും തിരുത്തി AUP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അമ്മയെ 8 വയസ്സായ കുട്ടി ഗുരുതരമായ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു മാസം മുമ്പ് അനുഭവപ്പെട്ട പനി മൂലം ആണ് ആ കുട്ടിയുടെ അസുഖം മജ്ജ മാറ്റിവിട്ട ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ആ കുട്ടിയുടെ രോഗം ഭേദപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. അപ്പോൾ ഏകദേശം 50 ലക്ഷത്തോളധികം രൂപ ചിലവ് വരുന്ന ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ നാടും വീടും പരിസരത്തുള്ള എല്ലാ ആളുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരേ മനസ്സോട് കൂടി ധനസമാഹരണത്തിൽ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം സഹായകരമായ രീതിയിൽ വളരെയധികം പോസിറ്റീവായ രീതിയിലുള്ള സഹകരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം പോരാ, ഇനിയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇനിയും വലിയൊരു തുക സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സുമനസ്സുകളായ എല്ലാവരുടെയും എത്ര ചെറിയ സഹായമായാലും അത് ആ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചുകൊണ്ട് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് എല്ലാവരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആ കുട്ടി നമ്മളോടൊപ്പം തുള്ളിച്ചാടി നടക്കുന്നത് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം എന്ന് പറയുന്നു. ഇതുവരെയുള്ള ഒരു ഫണ്ടിന്റെ അവസ്ഥ നിങ്ങൾ ചിലര് ചോദിച്ചു. ഈ ഒരു സംരംഭം നമുക്കറിയാം, എനിക്ക് ശരിക്കും അറിയുന്നതാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രശ്നം എന്താണെന്ന്. അപ്പോൾ നമുക്കറിയാം ആ ഒരു അത്രയും ജീവിത പ്രതിസന്ധികളിൽ നിന്നിട്ടും ഈ ഒരു സംരംഭത്തിന് വേണ്ടി മുതിർന്ന ഈ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഹൃദയം നിറഞ്ഞ മണ്ണൂർ വളവിലെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖൂടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ രേഖപ്പെടുത്തി. എൻ്റെ ഇപ്പം നിൽക്കുന്ന ഒരു സാമ്പത്തികാവസ്ഥ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവണേ ഉള്ളൂ ഇതിൻ്റെ ഫണ്ട് ശേഖരണം തുടങ്ങിയിട്ട്. ഒരു മാസമായിട്ട് നമ്മുടെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയുള്ളത്. വളരെ പണച്ചെലവുള്ളതാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം നമുക്ക് കുട്ടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ക്യാൻസറിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ നൽകുന്ന ഈ ഒരു സമാഹരണമൊക്കെ തന്നെ ആ മോളെ തിരിച്ചു പിടിക്കാൻ സഹായിക്കും. ഇന്ന് ഉച്ച വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് 17 ലക്ഷം രൂപയാണ്. 35 ലക്ഷം രൂപ നമുക്ക് ഉടനെ തന്നെ 2 ദിവസം കഴിയുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടതുണ്ട്. ചികിത്സ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷമോ അതിനപ്പുറമാണ്. അപ്പോൾ ഞാനിത് സംഖ്യ ഒന്നുകൂടെ തെളിച്ച് പറയാൻ കാരണം നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇനിയും ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് കഴിയും. നിങ്ങളൊന്ന് ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് അതാത് ദിവസത്തെ ഉപജീവനം കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ അന്നത്തെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, എനിക്കറിയാം പല സഹോദരന്മാരും ഇന്നത്തെ ഈ ഒരു സംഖ്യ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മാസത്തെ അടവ് തെറ്റാൻ സാധ്യതയുണ്ട് അല്ലേ? അതുപോലും നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്നേഹത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടി ഇത് നീക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്മ ലഭിക്കട്ടെ. ഈ ഒരു സന്ദേശം നാട് മുഴുവൻ പള്ളിക്കുന്നെന്നോ കടലുണ്ടിയെന്നോ വകഭേദങ്ങളില്ലാതെ മനുഷ്യജീവൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഈ ഒരു വലിയ സ്നേഹ സന്ദേശം നാട് മുഴുക്കെ ഉണ്ടാവട്ടെ. എല്ലാവിധ നന്ദിയും ഈ ഒരു സമിതിക്ക് വേണ്ടി നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊന്നും പറയുന്നു. ഓക്കെ, ശരി, താങ്ക്സ്. നമ്പർ എൻ്റെ കയ്യിൽ നല്ല പേരോട് എഴുതി വെച്ചോളാം. ഞാൻ ഗ്രൂപ്പിലെടുത്ത ഫോട്ടോ ഒന്ന് ഞങ്ങൾ കഴിക്കണം. ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് അയക്കാൻ പറ്റില്ല.